നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 3 ഇടവം 20 തിങ്കളാഴ്ച. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. പ്രവേശനോത്സവത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് സ്കൂളുകൾ ഒരുക്കിയിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെയാണ്. വോട്ടെണ്ണൽ ദിനത്തിൽ സമഗ്ര കവറേജുമായി 24 ടീം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുന്നു. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ എത്തുന്ന ദിവസമാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മധ്യവേനൽ അവധി കഴിഞ്ഞ് ഇന്ന് സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾ സ്കൂളിലേക്ക്. സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കുമ്പോൾ 2,40,000 കുരുന്നുകൾ 1ാം ക്ലാസ്സിലേക്ക് എത്തും. സംസ്ഥാനതല പ്രവേശനോത്സവം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവത്തോടെയാണ് കുട്ടികളെ വരവേൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലുള്ള അധ്യാപക പരിശീലനവും SSLC മൂല്യനിർണ്ണയത്തിലെ മാറ്റവും ഈ വർഷത്തെ പ്രത്യേകതയാണ്. 1ാം ക്ലാസ്സിലേക്ക് ഇതുവരെ വന്നു ചേർന്നത് 2,44,646 കുട്ടികളാണ്. ഇതുൾപ്പെടെ മധ്യവേനൽ അവധി കഴിഞ്ഞ 39,94,944 കുട്ടികൾ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തും. ഓരോ സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചാണ് കുട്ടികളെ വരവേൽക്കുന്നത്. ഈ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം എറണാകുളം ജില്ലയിലെ എളമക്കര GHSSൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പോക്സോ നിയമത്തിന്റെ ബോധവൽക്കരണം, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങൾ എന്നിവ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിന് ഈ വർഷം ഊന്നൽ നൽകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധ്യാപകർക്ക് നൽകിയ പരിശീലനമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. ലഹരിക്കെതിരെ എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സ്കൂളുകളിൽ നടപ്പാക്കും. പരാതികൾ എക്സൈസ് വകുപ്പിനെ അറിയിക്കുന്നതിന് സ്കൂളുകളിലെ ജനജാഗ്രതാ സമിതികൾക്ക് വാട്സപ്പ് നമ്പർ നൽകി. SSLC പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ഏർപ്പെടുത്താനുള്ള തീരുമാനം ഈ വർഷം മുതൽ നടപ്പാകും. 3ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ സ്ത്രീ പുരുഷ തുല്യത ഉൾപ്പെടുത്തിയതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. 24 തിരുവനന്തപുരം. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ വിവിധ ഇടങ്ങളിൽ നിന്ന് ചേരുന്നുണ്ട്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ഹരികൃഷ്ണൻ ചേരുന്നു. ആദ്യം ഹരികൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. അവിടെ പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ പല സ്കൂളുകളിൽ നിന്നുള്ള ഇന്നലത്തെ വിവരങ്ങൾ തന്നെ കേൾക്കുമ്പോൾ വലിയ ആഘോഷം, ഉത്സവ ലഹരിയിലാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത. ഇവിടെ ഈ പ്രവേശനോത്സവത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരം ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏതാണ്ട് ഈ സ്കൂള്, കോട്ടൺ ഹിൽ സ്കൂള് മുഴുവൻ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഈ കുട്ടികളെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഏകദേശം ജില്ലയിലെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 900-ഓളം സ്കൂളുകളിൽ ഈ ജില്ലാതല പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രവേശനോത്സവം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മീനാങ്കൽ ട്രൈബൽ സ്കൂളിലാണ് ഇത്തരത്തിൽ ജില്ലാതല ഉദ്ഘാടനം. അത് മന്ത്രി GR അനിൽ നിർവഹിക്കും. ഈ കോട്ടൺ ഹിൽ സ്കൂളിൽ 9:30 ഈ തരത്തിൽ പ്രവേശനോത്സവം നടക്കുക, അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ മറ്റും നടക്കുക. അത് ഉദ്ഘാടനം ചെയ്തത് K. ജയകുമാർ IAS ആണ്. അത്തരത്തിൽ ഏതാണ്ട് ഈ വർഷത്തെ ഈ അധ്യയന വർഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ മിനിമം മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സിലബസ് പരിഷ്കരിച്ച കാര്യങ്ങൾ അതൊക്കെയും വെക്കുന്നുണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം കുരുന്നുകൾ 1ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് സർക്കാരിന്റെ ഒരു പ്രതീക്ഷ. ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാലവർഷം, മഴ എന്ന് പറയുന്നതാണ്. ഈ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ച്, കുട്ടികളുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഈ മഴയാണ്. ഈ മാത്രമല്ല ഈ സ്മാർട്ട് സിറ്റിയുടെ പണിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോഡിന്റെ നിർമ്മാണമൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. അത്തരം ചില ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും സജ്ജമായി എന്നുള്ളതാണ്. ഈ കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പ്രവേശനോത്സവ നടപടിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഈ 6:30 ആയതേ ഉള്ളൂ. ഇവിടേക്ക് സ്റ്റാഫുകളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. കുട്ടികളാരും അങ്ങനെ എത്തിയിട്ടൊന്നുമില്ല. ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം കുട്ടികൾ വരുന്ന ഒരു സ്കൂൾ കൂടിയാണ്. അങ്ങനെ ആ തരത്തിൽ പ്രവേശനോത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞൊരു സ്ഥലം കൂടിയാണ്. എന്തായാലും ഈ അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ, ഈ കുട്ടികളെ സ്വീകരിക്കാൻ സ്കൂളുകൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്ന് ചേർന്നത്. ഇനി കൊച്ചിയിലേക്കാണ് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, നേരത്തെ ഹരികൃഷ്ണൻ പറയുമായിരുന്നു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, പക്ഷെ ഇപ്പോൾ അതിരാവിലെയാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കഴിയും എല്ലാവരും വന്നു തുടങ്ങാനൊക്കെ. അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത്? ഒരുക്കങ്ങൾ എവിടെ വരെ ആയിരിക്കുന്നു അവിടെ?
സ്മിത, ഗുഡ് മോർണിംഗ്. എറണാകുളത്തേക്ക് വരുമ്പോൾ സംസ്ഥാനതല പ്രവേശനോത്സവം ഇത്തവണ എറണാകുളത്താണ്. ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്തേക്ക് ഇങ്ങനെ സംസ്ഥാനതല പ്രവേശനോത്സവം കടക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ ഒരുക്കങ്ങൾ തന്നെ എറണാകുളം എളമക്കര സർക്കാർ സ്കൂളിൽ നടത്തുന്നുണ്ട്. രാവിലെ 9 മണിയോടുകൂടി മുഖ്യമന്ത്രിയാണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം 9:30 മന്ത്രി വി ശിവൻകുട്ടി കുട്ടികളെ 1-ാം ക്ലാസ്സിലേക്ക് സ്വീകരിക്കും. സംസ്ഥാനത്താകെ 2.25 ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ പുതുതായി 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടുന്നത് എന്നുള്ള ഒരു കണക്കുണ്ട്. അങ്ങനെ ഒപ്പം നിരവധി മാറ്റങ്ങൾ ഇത്തവണ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് SSLC മൂല്യനിർണ്ണയത്തിലെ സമഗ്ര മാറ്റങ്ങളാണ്. അതിനൊപ്പം തന്നെ പല മാറ്റങ്ങൾ പാഠപുസ്തകത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ പാഠപുസ്തകങ്ങൾ അത് വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം ഈ അധ്യാപക പരിശീലനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ സഹായം ഇത്തവണത്തെ അധ്യയന വർഷത്തിലുണ്ട് എന്നുള്ള വലിയ പുതുമയുണ്ട്. ഒപ്പം 2005 സംസ്ഥാനത്ത് അവസാനിപ്പിച്ച ഈ വിഷയങ്ങളുടെ മിനിമം മാർക്ക് ഇക്കൊല്ലം തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങളോടുകൂടിയാണ് ഇത്തവണത്തെ അധ്യയന വർഷത്തെ കേരളം സ്വീകരിക്കുന്നത് എന്നുള്ള പുതുമയുണ്ട്. എന്തായാലും സംസ്ഥാനതല പ്രവേശനോത്സവം 8 മണിയോടുകൂടി ആരംഭിക്കും. ഒപ്പം ഈ പ്രവേശനോത്സവ ഗാനത്തിൻ്റെ ദൃശ്യാവിഷ്കരണം ഉൾപ്പെടെ മനോഹരമായ ഒരുപാട് പരിപാടികൾ എറണാകുളത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. വലിയൊരു ആഘോഷപൂർവ്വം തന്നെ ഇത്തവണ വിദ്യാർത്ഥികളെ 1-ാം ക്ലാസ്സിലേക്കും സ്കൂളുകളിലേക്കുമൊക്കെ സ്വീകരിക്കാനുള്ള നടപടികൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ തുടരുകയാണ്. സ്മിത, അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി വടക്കൻ കേരളത്തിലേക്കാണ്. കോഴിക്കോട് BM സ്കൂളിൽ നിന്ന് അഭിജിത്ത് ചേരുന്നുണ്ട്. അഭിജിത്ത്, അവിടെ ആ സ്കൂളിലെ ഒരുക്കങ്ങൾ എന്തായി? ഇപ്പോൾ ഈ പുത്തൻ കുടയും വർണ്ണ കുടകളൊക്കെ ആയിട്ട് പുതിയ ഉടുപ്പൊക്കെ ആയിട്ട് കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം എത്തുന്ന കുട്ടികൾക്ക് വീട് വിട്ട് വരുന്നതിൻ്റെ ഒരു സങ്കടം ഉണ്ടാവും. അതില്ലാത്ത രീതിയിലാണ് പല സ്കൂളുകളും പ്രവേശനോത്സവം തന്നെ ഒരുക്കുന്നത്. അവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ നിന്ന് പറയാനുള്ളത്? സ്മിത, വടക്കൻ കേരളത്തിലും കുട്ടികൾ എല്ലാവരും വലിയ പ്രതീക്ഷയിൽ സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇന്ന് സ്കൂളിലേക്ക് മടങ്ങുകയാണ്. മധ്യവേനൽ അവധിക്ക് ശേഷം മഴ ഒരു കാര്യമായി തന്നെ ഒരു ഭീഷണിയായി നിൽക്കുന്നുണ്ട്. അതവരെ ചിലപ്പോൾ ഒരു മടിയന്മാരും ഒക്കെ ആക്കിയേക്കാം. പക്ഷേ അങ്ങനെയല്ല, സ്കൂളിലേക്ക് പുതിയ കൂട്ടുകാരെ കണ്ടെത്താനുള്ള ഒരു സ്കൂളിലേക്കുള്ള യാത്ര, അങ്ങനെ എല്ലാ തരത്തിലും കുട്ടികൾ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് BM സ്കൂളിലാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കുട്ടികളെ സ്വീകരിക്കുന്നതിനായി പായസമൊക്കെ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സ്കൂളിന്റെ അധികൃതരൊക്കെ തന്നെയുള്ളത്. അവരുടെ എന്ത് പായസമാണ് വെക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ പുതിയ കുട്ടികൾ LP സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും പായസം കൊടുത്ത് മധുരം കൊടുത്ത് വരവേൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു തീരുമാനം. ചേട്ടാ, എന്ത് പായസം ഉണ്ടാക്കുന്നത്? എത്ര പേര് ഇവിടെ ഉണ്ടാവും? എത്ര പേർക്കുള്ള പായസമാണ് ഒരുക്കുന്നത്? 3000 കുട്ടിയൊക്കെ. ഏത് രീതിയിലാണ് ഇവിടെയുള്ള ഒരുക്കങ്ങൾ? ബാക്കി മറ്റെന്തെങ്കിലും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടോ? പായസം മാത്രമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണമുണ്ട്. പിന്നെ ഇവിടെ പ്രവേശനോത്സവത്തിന്റെ പരിപാടി നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്കാണ്. വൈകുന്നേരം വരെ 3:30 വരെ ക്ലാസ് ഉണ്ട്. നടന്നു പോവാണ്. അപ്പൊ അങ്ങനെയാണ് സ്മിത. ഇവിടെ ഇപ്പൊ നമുക്ക് കാണാം, അടപ്പായസം എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ അടപ്പായസം കൊടുത്തുകൊണ്ട് മധുരം കൊടുത്തുകൊണ്ട് കുട്ടികളെയൊക്കെ തന്നെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് BM സ്കൂളിലെ അധികൃതരൊക്കെ തന്നെ ഉള്ളത്. ഇത് എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ തന്നെയാണ് കാഴ്ച. മധുരം കൊടുത്തും അങ്ങനെ കുട്ടികളെ അവരുടെ മടിയിൽ നിന്ന്, ഒരുപക്ഷെ അവർക്കൊരു മടി ഉണ്ടാവാം ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെ സ്കൂളിലേക്ക് തിരികെ വരാൻ. അപ്പൊ ആ ഒരു മടിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കമാണ് എല്ലാ സ്കൂളുകളിലും ഇവിടെ എല്ലാ സ്ഥലത്തും ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോടെ പ്രവേശനോത്സവം നടക്കുന്നത് ചെറുവണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ മന്ത്രി PA മുഹമ്മദ് റിയാസാണ് ഉദ്ഘാടന പരിപാടികളൊക്കെ നടത്തുക. ഏതായാലും വലിയ ഒരുക്കത്തിലാണ്. മഴ മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. സ്മിത, ശരി. പാലട പ്രഥമൻ ഒരുക്കിയാണ് കോഴിക്കോട് BM സ്കൂൾ കുട്ടികളെ വരവേൽക്കാനായി. ബാക്കി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു. അഭിജിത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. രാജ്യം കാത്തിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി നാളെ. വോട്ടെണ്ണലിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ഇന്ത്യാ സഖ്യവും BJPയും നൽകിയ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇന്നുണ്ടാകും. രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ 18ാം ലോക്സഭയുടെ സ്ഥാനം ഏറെ പ്രത്യേകതകളുള്ളതാകും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ വോട്ടെണ്ണലിലേക്ക് കടക്കുകയാണ് നാളെ രാജ്യം. രാവിലെ 8 മണിക്ക് ആദ്യം പോസ്റ്റൽ ബാലറ്റും പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുമാകും എണ്ണുക. വോട്ടെണ്ണൽ ഒരിക്കൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യ ഫലങ്ങൾ വ്യക്തമാകുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ.
വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിജയാഹ്ലാദ പ്രകടനത്തിലടക്കം നിയന്ത്രണങ്ങൾ വേണമെന്ന് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വേഗത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള നടപടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകിട്ടോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലം വ്യക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. ഇന്നുച്ചയ്ക്ക് വോട്ടെണ്ണലിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കും. കോൺഗ്രസ് BJP പക്ഷങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിലും ആക്ഷേപങ്ങളിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണവും ഇതിന്റെ ഭാഗമായി ഉണ്ടാകും. നാളെ വോട്ടെണ്ണുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയും BJPയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്ന തിരക്കിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ BJPയുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന ദേശീയ നേതാക്കളുടെ ഓൺലൈൻ യോഗം ഇന്നുമുണ്ടാകുമെന്നാണ് വിവരം. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. തൃണമൂൽ കോൺഗ്രസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഫലം കണ്ടു എന്ന സൂചന കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP മുന്നണിക്ക് മൂന്നാമതും അധികാര തുടർച്ച ലഭിക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും രാജ്യത്ത് ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. RK, ഗുഡ് മോർണിംഗ്. ദിവസങ്ങൾ നീണ്ടു നിന്ന പ്രചാരണം, ചൂടേറിയ വാഗ്വാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ എല്ലാത്തിനും വിരാമമായിരിക്കുന്നു. നാളെ നിർണായകമാണ്. നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ എന്തെല്ലാമാണ്? ഏതെല്ലാം രീതിയിലുള്ള നിയന്ത്രണങ്ങളുണ്ട്? സ്മിത, ുമായി ബന്ധപ്പെട്ടിട്ടുള്ള വോട്ടെണ്ണൽ നടപടികൾ ഇന്നു മുതൽ അതിന്റെ നടപടികളിലേക്ക് കടക്കുകയാണ്. നാളെ വോട്ടെണ്ണൽ നടക്കുന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്ത് എല്ലായിടങ്ങളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടപടികളിൽ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ രണ്ട് ഭാഗങ്ങളിൽ നിന്നുമുള്ള കക്ഷികൾ ഉന്നയിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 12 മണിക്ക് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഈ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ വ്യക്തമാക്കും. ഏതായാലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ആരംഭിച്ച് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നൽകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. സ്മിത, ശരി. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. നാളെ വെളുപ്പിന് 5 മണി മുതൽ 24 സമഗ്ര കവറേജുമായി വോട്ടെണ്ണൽ ദിനത്തിൽ തയ്യാറാണ്. കാത്തിരിക്കുക പ്രേക്ഷകർ. ഇനി മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുന്നു. കാലാവസ്ഥ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ വകുപ്പിന്റെ അവസാന മുന്നറിയിപ്പ് പ്രകാരം കണ്ണൂർ ജില്ലയിൽ മാത്രമാണ് യെല്ലോ അലേർട്ട്. മലയോര മേഖലകളിൽ അടക്കം ജാഗ്രത വേണം എന്നാണ് നിർദ്ദേശം. ഇടിയോടും കാറ്റോടും കൂടിയ മഴ കിട്ടിയേക്കും. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരളത്തിനരികെയായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ മഴ കനക്കാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. കൊല്ലത്തും കോട്ടയത്തും ആലപ്പുഴയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുന്നുണ്ട്. വടക്കൻ രാജസ്ഥാൻ, തെക്കൻ ഹരിയാന, ഡൽഹി, വടക്കൻ മധ്യപ്രദേശ്, തെക്ക് കിഴക്കൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ പരമാവധി താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് തന്നെ തുടരുകയാണെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തം. CI ആൻഡ്രിക് ഗ്രോമിക്കിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചുണ്ടാകും. പരിസ്ഥിതി പ്രവർത്തകരും ആദിവാസി വിഭാഗക്കാരും സമരത്തിൽ പങ്കെടുക്കും. സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, പ്രതിഷേധം ശക്തമാക്കുകയാണ് ജനകീയ കൂട്ടായ്മ. ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ പ്രതിഷേധ മാർച്ച് തുടങ്ങുക? വിവരങ്ങൾ. ഇന്ന് 10:30-ക്കാണ് ഇത്തരത്തിൽ ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. സിയെ സസ്പെൻഡ് ചെയ്യണ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മാർച്ച്. കഴിഞ്ഞ ദിവസം ഈ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായ സംഭവമാണ് ഈ സിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് പോലീസ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സിയെക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചുകൊണ്ട് സ്വതന്ത്ര അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഈ റൂബിനെ അറസ്റ്റ് ചെയ്ത് ഉൾപ്പെടെ ചട്ടവിരുദ്ധമായ കാര്യങ്ങളാണ് നടന്നത്. അത് റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുന്നുണ്ട്. അർദ്ധരാത്രിയാണ് റൂബിനെ വീടിനകത്ത് കയറി ഈ പോലീസ് വീട് വളഞ്ഞ് റൂബിനെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആ സമയത്തും
മർദ്ദിച്ചു. അതിനുശേഷം സ്റ്റേഷനിലെത്തിച്ച് റൂബിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു, അടിവസ്ത്രത്തിൽ നിർത്തി തുടങ്ങി കുടുംബം ഉന്നയിച്ച ആരോപണങ്ങളെ തുടർന്നായിരുന്നു പോലീസിന്റെ ഒരു റിപ്പോർട്ട് വന്നത്. ആ റിപ്പോർട്ടിലും ഈ സിഐക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സിഐയുടെ സസ്പെൻഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും അത് ചാലക്കുടി ജനകീയ കൂട്ടായ്മയുടെ പേരിൽ നടക്കുന്ന സമരത്തിൽ ഈ പ്രദേശവാസികൾക്ക് പുറമെ പരിസ്ഥിതി പ്രവർത്തകരും ആദിവാസി മേഖലകളിൽ നിന്ന് അടക്കമുള്ളവർ പങ്കെടുക്കും. സ്മിത. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയിൽ ലോറിയും ബസ്സും കൂട്ടിയിടിച്ച അപകടം. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിവരങ്ങൾ? സ്മിത, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ ചിതലി എന്ന പ്രദേശത്ത് വെച്ചാണ് അപകടം ഉണ്ടായത്. ഈ ബാംഗ്ലൂരിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമായാണ് തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറി ഇടിച്ചത്. ഈ ഇടിച്ചതിനെ തുടർന്ന് ഈ ലോറി തലകീഴായി മറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ ലോറി തലകീഴായി മറിഞ്ഞ് കിടക്കുകയാണ്. അത് അമിത വേഗതയിലായിരുന്നു ഈ വാഹനങ്ങൾ. അതുകൊണ്ടാണ് ആ തരത്തിൽ ലോറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഒന്നും തന്നെ പരിക്കില്ല. അപകടം നടന്ന ഉടനെ തന്നെ ഇവരെ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ചേർന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബസ്സിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല. ലോറിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ശരി, പാലക്കാട് തൃശ്ശൂർ ദേശീയപാതയിൽ ലോറിയും ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ആർക്കും പരിക്കില്ല. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മാത്യു കുഴൽനാടൻ MLA നൽകിയ റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ അന്വേഷണം തള്ളിയ വിജിലൻസ് കോടതി നടപടിക്കെതിരെയാണ് ഹർജി. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. താൻ നൽകിയ തെളിവുകൾ വിശദമായി പരിശോധിക്കാതെയാണ് വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് പരാതി തള്ളാനാകില്ലെന്നും ഹർജിയിൽ പറയുന്നു. 2020 ലോകകപ്പിലെ ഇന്നത്തെ 2ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക, ബംഗ്ലാദേശ്, നെതർലാൻഡ്സ്, നേപ്പാൾ ഈ ലോകകപ്പിലെ മരണ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഡിയെ നിസ്സംശയം വിശേഷിപ്പിക്കാം. അട്ടിമറികൾക്ക് ഒട്ടും കുറവുണ്ടാകില്ല. കടലാസിലെ കരുത്തുവെച്ച ദക്ഷിണാഫ്രിക്ക ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുമെന്ന് തോന്നാം. പക്ഷേ ദക്ഷിണാഫ്രിക്ക ആയതുകൊണ്ട് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. എന്നും പഠിക്കൽ കലമുടയ്ക്കുന്ന പ്രോട്ടീസുകളുടെ ചരിത്രം തന്നെയാണ് ഇതിന് കാരണം. അണ്ടർ 19 ലോകകപ്പ് നേടിത്തന്ന എയ്ഡൻ മാർക്രത്തിന്റെ ക്യാപ്റ്റൻസിയിൽ വിശ്വാസമർപ്പിച്ചാണ് ദക്ഷിണാഫ്രിക്കയുടെ ഇത്തവണത്തെ വരവ്. ക്വിന്റൻ ഡീകോക്ക്, റീസെ ഹെൻറിക്സ്, ഹെൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ, ക്രിസ്റ്റൻ സ്റ്റബ്സ്, മാർക്കോ യാൻസൺ. തീപ്പൊരി ബാറ്റിംഗ് നിര ആളിക്കത്തിയാൽ കൂറ്റൻ സ്കോർ ഉറപ്പ്. കഗീസോ റബാഡ, ജൊറാൾക്കോസിയ പേസ് ജോഡിയും കേശവ് മഹാരാജ്, തബ്രീസ് ഷംസി സ്പിൻ ജോഡിയും ആരെയും എറിഞ്ഞിടുകയും ചെയ്യും. 2ാം ലോക കിരീടം ലക്ഷ്യമിട്ടാണ് വനിന്ദു ഹസ്രംഗയുടെ നേതൃത്വത്തിലുള്ള ശ്രീലങ്കയുടെ വരവ്. ബനുഗ രാജപക്ഷെ, കുശാൽ മെൻഡിസ്, പാത്തും നിസംഗ, ഏഞ്ചലോ മാത്യൂസ്, മദീഷ പദരാന, മഹേഷ് തീക്ഷ്ണ. മാച്ച് വിന്നർമാർ ഏറെയുണ്ട് പവിഴദ്വീപുകാരുടെ ടീമിലും. 2020 നേർക്കുനേർ കണക്കിൽ മുൻതൂക്കം പ്രോട്ടീസുകൾക്കാണ്. 17 തവണ മുഖാമുഖം വന്നതിൽ 12ലും ജയം. ലോകകപ്പിൽ 3 തവണ ഏറ്റുമുട്ടിയപ്പോഴും ജയിച്ചത് ദക്ഷിണാഫ്രിക്ക തന്നെ. സ്പോർട്സ് ഡെസ്ക് 24. പി ജയരാജന് മറുപടിയുമായി കെ മുരളീധരൻ. കേരളത്തിൽ 20 സീറ്റുകളിലും UDF വിജയിക്കും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. ഇന്ത്യ സഖ്യം വിജയിച്ചു വരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നും കെ മുരളീധരൻ. അല്ല, ഞങ്ങൾക്ക് കേരളത്തിനെ സംബന്ധിച്ച് UDFന് ശുഭപ്രതീക്ഷയാണ്. 20ൽ 20 ജയിക്കുന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. തൃശ്ശൂർ UDF ജയിക്കും. 2ാം സ്ഥാനം LDF എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ഒരിടത്തും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല. എന്തെങ്കിലും കാരണവശാൽ BJP 2ാം സ്ഥാനത്ത് വന്ന് LDF 3ാം സ്ഥാനത്ത് പോയാൽ അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രി തന്നെയാണ്. പ്രഭാത വാർത്തയുടെ പൂർണ്ണമാകുന്നു.